കൂട്ടുകാരെ വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വീഡിയോയുമായിട്ടാണ് കേട്ടോ. ലൈസൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. വലിയ പവർ കാര്യങ്ങളൊന്നുമില്ല. ആദ്യമേ തന്നെ പറയട്ടെ, വലിയ കുന്നും പ്രദേശമാണ് നിങ്ങളുടെ താമസ സ്ഥലത്തിനടുത്തുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളത് എങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാണ് നല്ലത്. കാരണം ഒരുവിധം ചെറിയ കയറ്റങ്ങളും നിരപ്പായ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ ലാഭം ഉളവാക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഇത്. എന്നാൽ വലിയ ഉയർന്ന പ്രദേശത്തുള്ളവരൊക്കെ ഇത് ഒഴിവാക്കുകയാണ് നല്ലത്. അപ്പോൾ പറഞ്ഞു വന്നത് ലോഡ്സ് സൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോഡ്സ് സൂം എന്ന് പറഞ്ഞിട്ട് എല്ലാ ജില്ലകളിലും അതിൻ്റെ ഷോറൂമും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ വണ്ടി 2024 ഈ വാഹനം ഈ പയ്യൻ സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലമാണ്, അധികം ഓടിയിട്ടില്ല, അല്ലെങ്കിൽ അധികം കിലോമീറ്റർ ഇല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ പറയുകയാണെങ്കിൽ വെറും 1000 കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമാണ് വാഹനം ഇതുവരെ ഓടിച്ചിട്ടുള്ളൂ. നിലവിൽ അടിപൊളി കണ്ടീഷനായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ തന്നെ ബ്ലാക്കും ചെറിയ വൈറ്റും ചെറിയ സ്റ്റീലൊക്കെ ആയിട്ട് ഉള്ള ഡിസൈനിലാണ് വണ്ടി ഇരിക്കുന്നത്. ഇതിൻ്റെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഉണ്ട്. വണ്ടി ഇരിക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി കാനാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനം ഇരിക്കുന്നത്. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈസൻസ് ആവശ്യമില്ല, രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. ടോപ്പ് സ്പീഡ് പറയുന്നത് 40 കിലോമീറ്റർ വേഗതയാണ്. 40 കിലോമീറ്റർ വേഗതയിൽ ഇത് പോകാൻ കഴിയും. ഈ സീറ്റ് കവർ കാണുന്നില്ലേ, പുതിയ സീറ്റ് കവറാണ് കേട്ടോ. അതുപോലെ തന്നെ മൈലേജ് പറയുന്നത് 60-നും 50-ൻ്റെ ഇടയിലാണ് മൈലേജ്. അതായത് ഒരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി ഫുൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 5 മണിക്കൂറോളം ഫുൾ ചാർജിന് എടുക്കും. ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്ന കിലോമീറ്ററാണ് അവൻ പറഞ്ഞത് ഒരു 50-നും 60-നും ഇടയിൽ. അപ്പോൾ നമ്മുടെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് മൈലേജും കുറയും കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് കൂടുതൽ കൊണ്ടുപോകുക, അല്ലെങ്കിൽ വെയിറ്റുള്ള നല്ല ആളുകൾ ഇരിക്കുമ്പോഴൊക്കെ മൈലേജ് ആനുപാതികമായിട്ട് കുറയും. ഇനി ഇതുവരെ ചെയ്തിട്ടുള്ളത് കമ്പനി സർവീസ് മാത്രമാണ്. പിന്നെ ഇതേപോലെ ഗെയിം തന്നെ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഗെയിമിന് റിമോട്ട് ഓൺ ഓഫും കാര്യങ്ങളൊക്കെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. പിന്നെ ഉള്ളത് ഇതിൻ്റെ സർവീസിങ് മിക്കവാറും എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ഞാൻ അന്വേഷിച്ചപ്പോൾ തൃശ്ശൂരുണ്ട്, പേരാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതിൻ്റെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കണ്ണൂർ നിലവിൽ ഈ പയ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ വന്നിട്ടാണ് കമ്പനിക്കാർ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് നേരിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അവൻ തരും. ഓടിക്കാനൊന്നും വലിയൊരു കുഴപ്പമില്ലാത്ത സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. ഓടിച്ച് നോക്കുമ്പോൾ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനം തന്നെയാണെന്നാണ് ആ പയ്യൻ പറയുന്നത്. 3 വർഷത്തെ വാറണ്ടിയാണ് ഉള്ളത്. ലിഥിയം അയൺ ബാറ്ററിയാണ്, 48 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അങ്ങനത്തെ 4 ബാറ്ററിയാണ് അതിലുള്ളത്. പിന്നെ വെയിറ്റ് പറയുന്നത് 150 കിലോ വരെ കൊണ്ടുപോകാൻ കഴിയും. 150 അല്ല, 150 കിലോ വരെ വഹിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് കേട്ടോ. പിന്നെ 250 വാട്ടിൻ്റെ മോട്ടറാണ് ഇതിൽ നിലവിലുള്ളത്. പുതിയ സീറ്റ് കവറാണ്. പിന്നെ കണ്ണൂരാണ്. അപ്പോൾ അധികം പഴക്കമില്ലാത്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പുതിയത് വാങ്ങുകയാണെങ്കിൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വണ്ടിയുടെ സെയിം മോഡലിന് വില വരുന്നത് 72,000 ചില്ലാൻ രൂപയാണ് അവൻ മേടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 70-80ൻ്റെ ഇടയിലായിരിക്കും പ്രൈസ് ഉള്ളത്. ആ വാഹനം കൊടുക്കുന്നത് വെറും 39,500 രൂപ. അതായത് പകുതി വിലയ്ക്കാണ് അവൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. വെറും 1000 കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു നല്ലൊരു ചോയ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വേറെ ജില്ലയിലാണെങ്കിൽ കൂടി ഇത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. മുന്നത്തെ വീഡിയോയിലൊക്കെ ആളുകൾ അങ്ങനെ ചോദിക്കാറുണ്ട്. അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് വാഹനം നേരിട്ട് കണ്ട് ഓടിച്ച് നോക്കിയിട്ട് തൃപ്തിയാവണമല്ലോ, എങ്കിൽ മാത്രമേ നമുക്ക് കൊണ്ടുവരാനുള്ള സംഭവമുള്ളൂ. അപ്പോൾ വാഹനം ഓടിച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വിലയുടെ കാര്യത്തിൽ വിലപേശലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നിങ്ങളൊരു വിലയുടെ കാര്യത്തിലൊക്കെ തീരുമാനമായതിനു ശേഷം കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ് ഒരുപാട് ഉണ്ട്. ഇപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. നിങ്ങൾ ആദ്യം വാഹനം പോയി കണ്ട് ബോധ്യപ്പെടേണ്ടതാണ് എന്ന കാര്യമാണ് ആദ്യം ഓർമ്മിപ്പിക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഒന്നും കൂടി പറയുകയാണെങ്കിൽ 2024 മാത്രം മേടിച്ചിട്ടുള്ള ലോഡ്സ് സൂം എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. 39,500 രൂപ മാത്രമാണ് കസ്റ്റമർ അല്ലെങ്കിൽ സെല്ലർ ആവശ്യപ്പെടുന്നത്. വണ്ടിയുടെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 70 ചില്ലാൻ രൂപയാണ്. അപ്പോൾ ലൈസൻസ് ഒന്നും ആവശ്യമില്ലാത്ത, എന്നാൽ വലിയ കയറ്റങ്ങളൊന്നും കയറുമെന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ സാഹചര്യത്തിന് ഉതകുന്നതാണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ബെനിഫിറ്റാണ്. കാരണം പകുതി പൈസയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക, വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്തോടാ.